എനിക്ക് നമ്മുടെ ഗെയിമിലോട്ട് അപ്ഡേറ്റിങ്ങളൊക്കെ വന്ന് എല്ലാം കൂട്ടും അറിഞ്ഞൊരു കാര്യം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അപ്ഡേറ്റ് എല്ലാ ചീറ്റ് കോഡും പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മൾ ഗെയിമിലോട്ട് സ്കോർപ്പിയോ കാർ വരാനായിട്ട് പോകണം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് നമ്മളെ ഈ ഒരു അനിമേഷൻ ക്യാമറകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വന്ന ഈ ഒരു അനിമേഷൻ ക്യാമറ നിങ്ങൾക്ക് എങ്ങനെ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് നമ്മുടെ ഓഗീര ഹൗസ് വന്നിട്ട് കാർട്ടൂൺ ഓഗീര ഹൗസ് വന്നിട്ട് എങ്ങനെ എടുക്കാമെന്നും പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ലംബോർഗിനി സിയാൻ്റെ ചീറ്റ് കോഡ് ഞാൻ പറഞ്ഞുതരാം. 2189 നമ്മുടെ ലംബോർഗിനി സിയാൻ്റെ ചീറ്റ് കോഡ്. അത്യാവശ്യം കിടിലം ഒരു വണ്ടിയാണ്. ഞാൻ വരുമെന്ന് പറഞ്ഞ ഫൈനലി വന്നൊരു അടിപൊളി കാറാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മളെ ഗെയിമിൽ വന്നൊരു അപ്ഡേറ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ വന്നതാണ് സൂപ്പർ പഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ. 5-0 നിങ്ങൾ അടിക്കണം. 5-0 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ പഞ്ച് എന്ന് പറഞ്ഞ ഐറ്റം കിട്ടും. ഞാൻ ഒരാളെ ഇടിച്ച് നിങ്ങൾ കാണിച്ചതാ. ഇതാണ് കേസ് നമ്മൾ ആ സൂപ്പർ പഞ്ച്. സാധാരണ നമ്മൾ ഇടിക്കുമ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചിടിക്കുകയും ചെയ്യും. ഇത് ഒറ്റ ഇടിക്കുന്ന ആൾ ഡെഡ് ആവും. അപ്പോൾ അതാണ് നമ്മൾ സൂപ്പർ പഞ്ച്. പുതിയതായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ആഡായ സൂപ്പർ പഞ്ചാണ്. കണ്ട കേസ് ഒരു ഇടിക്ക് തന്നെ ആൾ തെറിച്ചു പോകുന്ന ഒരു അടിപൊളി പഞ്ചാണ്. അടുത്തത് ഒരു ഫീച്ചറാണിത്. അടുത്ത ഞാൻ കാണിച്ചു തരുന്നത്. അടുത്ത നമ്മുടെ ഫോൺ എടുത്തിട്ട് നിങ്ങൾ 12-15 അടിക്കുക. 12-15 അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ സൂപ്പർ ജമ്പ് എന്ന് പറഞ്ഞ ആക്ടിവേറ്റ്. അപ്പോൾ ഇത് നമ്മുടെ സ്പൈഡർമാൻ ജമ്പാണ്. ഈ ഒരു സ്പൈഡർമാൻ്റെ ജമ്പ് നമുക്കിവിടെ അടിപൊളി ആക്റ്റീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു അടിപൊളി ചീറ്റ് കോഡ് ഉപയോഗിച്ച് നമുക്ക് സ്പൈഡർമാൻ്റെ ഈ ഒരു ജമ്പിങ് ഇത് എബിലിറ്റി നമുക്ക് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് 12-16 അടിക്കുകയാണെങ്കിൽ അൾട്രാ ജമ്പാണ് പറഞ്ഞത്. അൾട്രാ ഹൈ ജമ്പാണ് കേസ് വരണത്. 2 പ്രാവശ്യം നിങ്ങൾ ഞെക്കേണ്ടതാണ്. ഈ ഒരു ചീറ്റ് കോഡ് നിങ്ങൾ 2 പ്രാവശ്യം ഞെക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു അൾട്രാ സ്പൈഡർമാൻ ജമ്പ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അൾട്രാ സൂപ്പർ ജമ്പാണ്. അപ്പോൾ ഒരു അൾട്രാ സൂപ്പർ ജമ്പ് നിങ്ങൾക്ക് 2 പ്രാവശ്യം നിങ്ങൾ ഈ 12-16 അടിച്ചാലും നിങ്ങൾക്ക് ഇത് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറേ അധികം ഫീച്ചേഴ്സ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നേരെ പ്ലേ സ്റ്റോർ പോയി അപ്ഡേറ്റ് ഈ ചീറ്റ് കോഡൊക്കെ എടുത്ത് കളിച്ച് നോക്കാം. ഇനി നമുക്ക് എങ്ങനെ ഒരു അടിപൊളി സ്കോർപ്പിയോ കാർ എടുക്കാൻ നോക്കാം. സ്കോർപ്പിയോ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത് ഈ ഒരു അടിപൊളി ഓഗിയുടെ ഹൗസ് നമുക്ക് എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോയ്ക്ക് താഴെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ജസ്റ്റ് നിങ്ങളൊരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നിങ്ങൾ നേരെ നമ്മുടെ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ജസ്റ്റ് സെറ്റിങ്സിൽ കയറാം. സെറ്റിങ്സിൽ കയറിയിട്ട് അവിടെ മോഡ് സ്ലോട്ട് ഉണ്ട്. ആ ഒരു സ്ലോട്ട് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലോട്ട് എടുത്തിട്ട് അവിടെ നിങ്ങൾ ഓഗി ഹൗസ് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഇവിടെ നമ്മുടെ ഓഗി ഹൗസ് നിങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ എന്നിട്ട് നിങ്ങൾ നേരെ നമ്മളെ ഗെയിം ഒന്ന് പ്ലേ കൊടുക്കുക. ഗെയിം പ്ലേ കൊടുത്ത് ഗെയിം ഒന്ന് ലോഡിംഗ് ആയിട്ട് വന്നതിന് ശേഷം നിങ്ങൾ നേരെ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങണം. നമ്മളെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് പേസ്റ്റ് എന്നുള്ള ബട്ടൺ ചാടി പിടിച്ച് പോയി ക്ലിക്ക് ചെയ്യരുത്. നിങ്ങൾ നേരെ നമ്മുടെ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്യണം. മൊബൈൽ ഡാറ്റ ഓൺ ചെയ്തിട്ട് 2-3 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക. 2-3 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ബട്ടണുണ്ട്. ആ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ പ്ലീസ് വെയിറ്റിംഗ് എന്ന് എഴുതി കാണിച്ചത്. അപ്പോൾ 2-3 സെക്കൻഡ്സ് കഴിയുമ്പോൾ ഫയൽ ലോഡിംഗ് എന്ന് കാണിക്കും. അപ്പോൾ എനിക്കിവിടെ ഫയൽ ലോഡിംഗ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഫയൽ ലോഡിംഗ് എന്ന് കാണിച്ച ഉടനെ നിങ്ങൾ നേരെ നമ്മുടെ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യണം. മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്തിട്ട് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം ബാക്ക് അടിച്ചിട്ട് ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറാം. ഓക്കെ, അപ്പം എന്നിട്ട് നിങ്ങൾ നേരെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർ എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ നമ്മളെ ലംബോർഗിനി സിയാനാണ് എടുത്തത്. 2189 അടിച്ചിട്ട് നമ്മൾ അടിപൊളി ലംബോർഗിനി സിയാൻ കാറുകളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം കേസം എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്. നല്ല രീതിയിൽ പനി പിടിച്ചിട്ടുണ്ട്. ആ ഒരു പനിയുടെ ഇടയ്ക്കാണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് തരുന്നത്. ഓക്കെ, ഇന്നലെ വീഡിയോ ഇടാത്ത എൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഹോസ്പിറ്റലുകളൊക്കെ ആയതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാത്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ഏറെ ആക്സിഡൻറ്റ് ഉണ്ടായി. എന്നാലും ഞാൻ പുതിയൊരു കാർ എടുത്തിട്ട് ഞാൻ ഈ പോണ റൂട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി വയ്ക്കാം. എന്നിട്ട് ആ ഒരു റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഈ കറക്റ്റ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഞാൻ എന്തായാലും നിങ്ങൾ ഫുള്ള് ലൊക്കേഷൻ കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ വന്ന ലൊക്കേഷനിലൂടെ നിങ്ങൾ വരണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ അടിപൊളി ഓഗീര ഹൗസ് കിട്ടും ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി ഓഗി ഹൗസ്. ഫുൾ പക്ക ഒറിജിനലായിട്ട് ചെയ്തെടുത്തിന്. മറ്റേ പ്രോക്സ് വന്നതോടുകൂടി പക്ക ഒറിജിനലായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു അടിപൊളി ഓഗിയുടെ ഹൗസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നമ്മളെങ്ങനെയാണ് ആ കാർട്ടൂൺസിൽ കാണുന്നത് അതേപോലെ തന്നെ നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു അടിപൊളി ഓഗിയുടെ ഹൗസ് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കിടിലമായിട്ട് തന്നെ ഈ ഒരു ഓഗിയുടെ ഹൗസ് ഇവിടെ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അകവും കാണും നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടുക. കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർട്ടൂൺസിൽ കാണുമ്പോൾ വേറെ രീതിയിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകവും കാണുന്നത് കറക്റ്റായിട്ട് എനിക്ക് അറിയാൻ പറ്റില്ല. എന്തായാലും ഞാൻ ഇപ്പോൾ സാധാരണ റൂംസ് കിടക്കുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ച് തരുന്നുണ്ടല്ലോ.
അങ്ങനെ അത്യാവശ്യം കിടിലമായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഓഗിയുടെ ഹൗസാണ്. അപ്പം ഈ ഒരു ഓഗിയുടെ ഹൗസ് ഇഷ്ടമായ കൂട്ടുകാരെല്ലാം എൻ്റെ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ഇടുക. പിന്നെ നമ്മൾ അപ്ഡേറ്റ് വന്നതാണ് പുതിയൊരു ഡ്രോൺ മോഡ് ഓപ്ഷൻ. അപ്പോൾ ദോ അങ്ങനത്തെ എൻ്റെ ക്യാരക്ടർ അവിടെ നിൽപ്പുണ്ട്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഡ്രോൺ മോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ക്യാരക്ടേഴ്സ് അവിടെ നിൽക്കത്തില്ല. ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ ക്യാരക്ടേഴ്സിനെ കണ്ടുകൊണ്ട് നമുക്ക് ഡ്രോൺ മോഡ് എടുക്കാൻ പറ്റും. ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. സാധാ ഡ്രോൺ മോഡ് വിളിക്കുമ്പോൾ തന്നെ ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലായിട്ട് വരും. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടർ ചെയ്താലേ ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ സ്കോർപ്പിയെ കുറിച്ചൊക്കെ പറഞ്ഞുതരാം. അതിന് മുന്നേ ആയിട്ട് ഗൈസ് നമ്മുടെ ഈ ഒരു ചീറ്റ് കോഡ് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ചീറ്റ് കോഡ് വന്നിട്ട് 2189 ഇപ്പം നമ്മൾ ആ ലംബോർഗിനി സിയാൻ്റെ ചീറ്റ് കോഡ്. അതിന് ലംബോർഗിനി ടാർസോ ഇപ്പം നമ്മുടെ ഗെയിമിലുണ്ട്. അതിന് വേറൊരു ലംബോർഗിനി ഉണ്ട്, അതിന് വേറൊരു ലംബോർഗിനി ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ 4 ലംബോർഗിനി മാത്രമേ ഇപ്പം നമ്മുടെ ഗെയിമിൽ നിലവിലുള്ളൂ. ഇനി നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത് നമ്മളെ ഒരു അടിപൊളി സ്കോർപ്പിയോ കാർ. അപ്പം അത്യാവശ്യം കിട്ടില്ല ഒരു സ്കോർപ്പിയോ കാറാണ്. ഇപ്പം നിലവിൽ ഈ ഒരു സ്കോർപ്പിയോ മാത്രമേ ഇപ്പം നമ്മുടെ ഗെയിമിൽ നിലവിലുള്ളൂ. ഇനി നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ടൊരു അടിപൊളി സ്കോർപ്പിയോ ആണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തെ ഈ ഒരു അടിപൊളി സ്കോർപ്പിയോ ആണ് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകണം. നമ്മുടെ ഡെവലപ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കൺഫേം ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാ കൂട്ടർ കാത്തിരിക്കുക. എന്തായാലും നമ്മുടെ ഇത് വരുമ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ചാനലിലൂടെ അറിയിക്കാം. അത്യാവശ്യം കിട്ടിയൊരു സ്കോർപ്പിയാണ്. അപ്പോൾ ഗൈസ് എന്നാൽ തീരെ വീഡിയോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത്. സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.